ടൈഗറുടെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് സുഖം തോന്നുന്നുണ്ട്. എന്നാലും ടൈഗറിൻ്റെ കാര്യം കുറച്ച് വിഷമം തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് റെസ്റ്റ് ചെയ്യാനുള്ള സമയമേ ഇല്ല. അതും ഒരേ പോസിൽ അല്ലെങ്കിൽ വേറൊരു പോസിൽ അങ്ങനെ കിടന്നിട്ട് തന്നെയുള്ള വീഡിയോസും ഫോട്ടോസും ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൂടാതെ ഏത് സമയം അതിനോട് ഇങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം നിലവിളിക്കാൻ സൗണ്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ ഇങ്ങനെ വൺ ടൈം അല്ലേ വരുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്കിത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നും കൂടി കരുതിയാണ് അവർ ഇതൊക്കെ അറേഞ്ച് ചെയ്യണതും. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ വാലിലൊക്കെ പിടിച്ചു, ശരീരത്തിലൊക്കെ ഒന്ന് തലോടി. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ. നമ്മളങ്ങനെ തായ്ലൻഡിലെ പട്ടായയിലുള്ള നോങ്നൂച്ച് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു റിമോട്ട് ഏരിയ ആണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. 500 ഏക്കർ സ്ഥലത്താണ് ഒരു വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് ദമ്പതികൾ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് വാങ്ങിയതായിരുന്നു. ആദ്യകാലങ്ങളിൽ അവരത് ഇവിടെ പലതരം ഫ്രൂട്ട്സിൻ്റെ കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവർക്ക് പല വിദേശ രാജ്യങ്ങളിലെയും കൃഷി രീതികളൊക്കെ ആയിട്ട് ഇൻസ്പയർ ആയിട്ട് അവരതങ്ങനെ പിന്നെ ഈ രീതിയിലുള്ള ഗാർഡനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പം അവരുടെ മകനാണിത് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൂപ്പണിന് വേണ്ടി ലൈനായി നിൽക്കുവാണ്. ഇത് വലിയൊരു സംഭവം തന്നെ കേട്ടോ. അയ്യോ, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ എത്തിയിട്ടുള്ളൂ, എൻട്രൻസ് എത്തിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് അത്ഭുതങ്ങൾ കാണാനിരിക്കണേ ഉള്ളൂ നമ്മൾ. ഇത് ഭയങ്കര വണ്ടികളാണല്ലോ. പഴയകാലത്തെ വണ്ടികളാണെന്ന് തോന്നുന്നു. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണില്ലേ, അതുപോലെ വണ്ടികളാണ് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ പോയില്ലേ? നമ്മൾ നോങ്നോക്ചി വില്ലേജിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാൻ കേട്ടോ. ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഫുഡ് കഴിക്കാൻ ഭയങ്കര വലിയ സംഭവമായിട്ട് അവിടെ.
ที่นั่งขอบคุณค่ะ Nong Nong Pattaya would like to sincerely thank you for spending your time with us today, and we look forward to seeing you again. Enjoy the rest of your visit, and please remember to take all your personal belongings with. ഞങ്ങളപ്പോൾ ഒരു കൾച്ചറൽ ഷോ കണ്ടു. അത് കഴിഞ്ഞ് ഇനി എലിഫൻറ്റ് ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ആ ഷോ ഒന്ന് കണ്ടു നോക്കാം. എലിഫൻറ്റുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് റെഡിയായി നിൽക്കുന്നത്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. കൾച്ചറൽ ഷോയും എലിഫൻറ്റ് ഷോയും എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇതുപോലുള്ള വണ്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളെയും കൊണ്ട് ഈ നോങ്നൂച്ചി വില്ലേജ് ചുറ്റിക്കറങ്ങുന്നതിനുള്ള വാഹനങ്ങളാണിത്. അപ്പം വളരെ അടിപൊളിയായിട്ടാണ് ഇവിടെ ഒരു ടൂറിസം അട്രാക്ഷൻ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പലതരം ചെടികൾ, ബോൺസായികൾ, പല രാജ്യങ്ങളിലുള്ള ചെടികൾ, പിന്നെ ചുറ്റും ധാരാളം മൃഗങ്ങളുടെ സ്റ്റാച്യുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതുമായ പലതരം മൃഗങ്ങളുടെ സ്റ്റാച്ചു ഈ ഗാർഡനിൽ ഫുള്ള് എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനുള്ള അപ്പാർട്ട്മെൻറ്റുകൾ, റിസോർട്ടുകൾ, പിന്നെ പോട്ടറി ഗാർഡൻ, പിന്നെ എലിഫൻറ്റ് ഫീഡിങ് ഏരിയ, പിന്നെ തടാകങ്ങളുണ്ട്, ആർട്ടിഫിഷ്യൽ തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഡൈനോസർ വാലി എന്ന് പറഞ്ഞൊരു ഏരിയ, പിന്നെ ഫ്രഞ്ച് ഗാർഡൻ എന്നുള്ള ഏരിയ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി നമ്മളിങ്ങനെ ഈ വാഹനത്തിൽ ഒരു യാത്രയാണ് നടക്കുന്നത്. ചില ഭാഗങ്ങളിലെല്ലാം നമ്മളെ താഴെ ഇറക്കി അവിടുത്തെ ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോട്ടറി ഗാർഡനിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇവിടെയാണെങ്കിൽ മക്കാവു ബേർഡിൻ്റെ കുറച്ച് ഫോട്ടോ എടുപ്പ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ബാത്തുകൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് കാഴ്ചകൾ കണ്ട് നമ്മളൊരു ചെറിയ യാത്ര നടത്തുവാണ്. അപ്പം അതിലേക്ക് നിങ്ങളെയും കൂടെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ.
അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ടൂറ് ഞങ്ങളുടെ ഏകദേശം കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ടൈഗർ ടോപ്പിയിലേക്കും പിന്നെ നോങ്നൂച്ച് വില്ലേജുമാണ് മെയിനായി കാണാൻ പോയത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. പട്ടായയിലെ ടൗണിൽ തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടലുള്ളത്. ഇവിടെ അടുത്ത് തന്നെയാണ് വാക്കിംഗ് സ്ട്രീറ്റും പിന്നെ ബീച്ചും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടത്തേക്കാണ് ഇന്ന് താമസിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്നല്ല, ഞങ്ങൾ അടുത്ത 3 ദിവസം ഇവിടെ ആയിരിക്കും താമസിക്കുക. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനൊക്കെ രാത്രി പുറത്ത് പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ഇനി ഞങ്ങൾ റൂമിലോട്ട് പോയിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ. അകത്തും നല്ലതായിരിക്കാം. എന്തായാലും എല്ലാം സംഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാരിസിക്ക ഇവിടെ തന്നെ നമുക്ക് റൂം സെറ്റ് ചെയ്ത് തരുന്നത്. കാരണം നൈറ്റ് ലൈഫ് നന്നായി ആസ്വദിക്കാനും ഷോപ്പിങ്ങിന് പോകാനും രാത്രി വേണമെങ്കിൽ ബീച്ചിൽ പോയി ഇരിക്കാനും എല്ലാം സൗകര്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ തന്നെ നമുക്ക് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസും ഉണ്ടല്ലോ, ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ. ഇത് നമ്മൾ മലേഷ്യയിലെ ജെന്നിങ് ഹൈലാൻഡിൽ പോയതുപോലെ ഉണ്ട് കേട്ടോ, അവിടുത്തെ ഒരു സെറ്റപ്പ്. എന്തായാലും ഈ ടൗണിൽ ഇങ്ങനെ ഒരു അടിപൊളി സംഭവം ചെയ്യുന്നത് നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ റിസപ്ഷൻ ഏരിയ. നമ്മുടെ ലഗേജസ് ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ഹോട്ടലായതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ സർവീസ് എല്ലാം ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിപ്പം റൂമിലെത്താറായി. ഞങ്ങൾക്ക് 21st ആണ് ഫ്ലോറും തന്നിരിക്കുന്നത്. ഇനി രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങണം. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഹാരിസ്ക തന്നെ ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റില് പിന്നെ മസാജ് തെറ്റിദ്ധരിക്കണ്ട, മസാജ് പല വിധത്തിലുള്ള മസാജ് ഉണ്ട്. നമ്മൾ കൈകാല വേദന, മുട്ടുവേദന നിങ്ങളുടെ സംവിധാനത്തിനൊക്കെ നമുക്ക് മസാജ് നല്ല നീറ്റായി ചെയ്ത് തരും. അത് റീഫ്രഷാണ് ശരീരത്തിൽ. ചെറിയ ഭാഗത്തൊക്കെ ഇല്ലോ, 70, 50 ഭാഗത്ത്, 60 ഭാഗത്ത് പല സൈസിലുണ്ട്. എല്ലാവരും വരണം. ഓക്കെ, ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയാണ്. അപ്പോൾ ഡി ബീച്ച് ഹോട്ടലിൽ നിന്നും എല്ലാവർക്കും ബായ്.